പറയുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട്, പക്ഷെ ലേഡീസിനും ഒറ്റയ്ക്കും വരുന്നവർക്ക് ഇവന്മാര് തരൂല. അതാണ് ശോകം. അതുകൊണ്ടാണ് പലരും ടൂർ പാക്കേജിൽ വരുന്നത്, ഒറ്റയ്ക്കൊക്കെ ഉള്ളവർ. അതാകുമ്പോൾ പിന്നെ ഇവിടെ വിഷയം വരുന്നില്ലല്ലോ. പക്ഷെ എന്നാലും അവർക്ക് ഡോർമിറ്ററി അല്ലേ കൊടുക്കൂ. നമ്മുടെ ഡേ 2 സ്റ്റേക്കേഷൻ വരുന്നുണ്ട് ഡിയസ്. നൈറ്റ് ലൈഫ് ഇവിടത്തെ ഇങ്ങനെയാണ്, കുറെ തട്ടുകടകളും. അതിൽ ഞാൻ കാണിച്ചു തരാം, ഒരു അടിപൊളി സെറ്റപ്പ് സ്റ്റേ ആണ്. പക്ഷെ അവിടെ അവന്മാർക്ക് ഇങ്ങനെയുള്ള ഈഗോ ഇല്ല. അതായത് സിംഗിൾ ആണോ, അവിടെ അങ്ങനെയുള്ള വിഷയമില്ല. കാരണം അവിടെ കാശ് കൂടുതലാണ്. ഞാൻ അടുത്ത ഡേറ്റ് പോയി പോകുന്ന നോക്കിക്കോണം സെറ്റപ്പ്. അപ്പൊ കാശ് കൂടുതൽ കൊടുക്കുമ്പോൾ പിന്നെ അവന്മാർക്ക് ഇതൊന്നും കുറ്റമല്ലല്ലോ. പക്ഷെ ചിലയിടത്ത് കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവന്മാർക്ക് വലിയ അങ്ങ് പുണ്യാളസമാണ്. അവര് റൂം തരൂല. നമുക്കെന്താ, ഉള്ളിടത്ത് നമ്മൾ പോകും, അത്രേ ഉള്ളൂ. പിന്നെ ഇരുട്ടത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം വിസിബിൾ ആകൂല. അങ്ങോട്ട് പോട്ടെ വെട്ടത്ത്. ഗ്ലാംഗോഡ സിന്ധുജ ഇന്നും ഇന്നലെ ഒന്നുമല്ല. ഇതൊക്കെ കണ്ടും കേട്ടും കൊടുത്തു വേണം നമ്മൾ കഴിയുന്നത്. പിന്നെ ഇപ്പൊ വെട്ടം കാണുന്നുണ്ടല്ലോ സ്ട്രീറ്റ് ലൈറ്റ്. ഒരു ബ്ലോഗർ എന്ന നിലയ്ക്ക് നമുക്ക് പല പ്രതിസന്ധികളും വരും. ഓക്കെ, അത് നമ്മൾ തരണം ചെയ്ത് പോകാൻ പഠിക്കണം. ലൈഫിലാണെങ്കിലും അങ്ങനെയല്ലേ. ഇതേ പന്നികൾ കംപ്ലീറ്റ് പോകുന്നു. പന്നിയും പട്ടിയും മത്സരിച്ചാണ് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാന്നുള്ളത്. പന്നിയൊന്നും ചെയ്യൂല കേട്ടോ, അതിന്റെ പാട് നോക്കി പോകും. പട്ടി നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. ശരിക്കും ഇത് ശോകമാണല്ലേ. ഇപ്പൊ അനാഥരായിട്ടുള്ള ആൾക്കാർ കാണും, അവർക്ക് കാശ് കാണും, ജോലി കാണും, അവർക്ക് രണ്ടുപേരും വന്നാലേ റൂം കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്. പിന്നെ ഇതിന്റെ പുറകെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഞാനിപ്പോ തന്നെ പറഞ്ഞുതരാം, ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് കുറെ ആൾക്കാർ സിംഗിളായിട്ട് വന്ന് സൂയിസൈഡ് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് ചാടി വരുന്നു. ആ ഒരു അവരറിയാതെ ആ റീസൺ പറഞ്ഞിട്ടാണ് അല്ലാത്ത ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ള നിഷ്കളങ്കർക്ക് ഒരു റൂം തരാത്തത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പോയിന്റ്? അല്ലാതെ അങ്ങനെയാണല്ലോ, ഒരാൾ വരുത്തി വെക്കുന്ന എല്ലാവരും അനുഭവിക്കേണ്ടി വരും. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ബാക്കാണ്. ഞാൻ ചപ്പാത്തിയും കടലക്കറി, എന്തൊരു കറി അത്, പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്തു. സാധാരണ ഒരു മെസ്സാണ്, വലിയൊരു ഇതൊന്നും നമുക്ക് കിട്ടൂല. കുഴപ്പമില്ല. ഇന്നത്തെ നൈറ്റ് ഡിന്നർ ഏതൊരു ചെറിയൊരു സ്റ്റോളാണ്, ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഷൺമുഖ ഭവൻ എന്നാണ് ആ മെസ്സിൻ്റെ പേര്. ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ സെറ്റപ്പ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈശ്വരിയമ്മൻ കോവിൽ റോഡിലാണ് ഇതിരിക്കുന്നത്, കുറച്ച് ഇപ്പുറത്തായി. ഒരു സെറ്റ് ചപ്പാത്തി, 2 ചപ്പാത്തിയും കടലക്കറിയും വരും. കടലക്കറി കുഴപ്പമില്ല. ഗോഡസ് ഫുഡൊക്കെ ഫിനിഷ് ചെയ്യട്ടെ. എല്ലാവരും ഡിന്നർ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. കോഫിയുടെ ഒക്കെ ക്വാണ്ടിറ്റി ഉണ്ടോ? ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അങ്ങനെയാണ്. കോഫിയൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി. ഇതിനു മുമ്പ് അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ കുംഭകോണം സൈഡ് പണ്ടൊരു ആവശ്യത്തിന് പോയി, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യത്തിന്. അന്നേരവും കോഫി വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. മേ ബി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയതുകൊണ്ടാവും. നിങ്ങളും പോയി
പോയി ഡിന്നറൊക്കെ കഴിക്കും. അപ്പോൾ ഇനി ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡസിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി തിരിച്ചു പോകുന്നതാണ്. സെയിം ട്രിപ്പ് തന്നെ തിരിച്ച് ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. Morning, what time this open? Morning. 5:30. ഫുഡ് കുഴപ്പമില്ല കേട്ടോ. ഞാനിത് കഴിച്ചു തീർക്കട്ടെ, തിരിച്ചു പോകുമ്പോൾ കാണാം. എന്തായാലും എൻ്റെ ബ്ലോഗും ഇതൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ. അപ്പം ഷൺമുഖ ഭവൻ എന്ന ഈ കടയിൽ നിന്നാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്തത്, നൈറ്റ് ഫുഡ് കഴിച്ചത്. ഇതിരിക്കുന്ന നമ്മുടെ ഞാൻ സ്റ്റേ ചെയ്യുന്ന സൈഡിലാണ്. മീൻസ് ഞാൻ മാത്രം ലേഡി സൂപ്പർ സ്റ്റാർ വ്ളോഗർ. ആ നില എന്ന് എഴുതി വെച്ചിട്ടില്ല, നിലയിലല്ല, അതിൻ്റെ ഇപ്പുറത്ത് ആൾക്കാർ ഇറങ്ങി വരുന്ന തല കാണാം. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവർ അഭയം തന്നു. നാളെ ഞാൻ വേറെടം നോക്കും. നാളെ നമുക്ക് ഈശ്വരൻ വേറൊരു കടവ് കാണിച്ചിരുന്നു. നമ്മൾ തൊഴുതല്ലേ ക്ഷേത്രത്തിൽ. അപ്പം ഇനി റൂമിൽ കയറിയിട്ട് നമ്മുടെ ഹോട്ടൽ സെന്തൂർ രാജയുടെ അവിടെ നിന്ന് വരുമ്പോൾ, അതായത് ഞാൻ തിരിച്ച് നടക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട്, അല്ലെങ്കിൽ ഹോട്ടൽ സ്ട്രോബെറി ഗ്രാൻഡ് എന്ന് പറയുന്നൊരു സ്റ്റേക്കേഷൻ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലത്തെ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇത് ഞാൻ തിരിച്ചു പോകുന്നു. ഈശ്വരമ്മൻ കോവിൽ സ്ട്രീറ്റിലാണ് ഞാൻ നിന്നത്. ക്ഷേത്രത്തിൽ പോകാനും കുറച്ചുണ്ട്, പക്ഷെ ഞാൻ വഴി തെറ്റി അല്ലെങ്കിൽ വേറൊരു റൂട്ടിൽ കൂടെ വന്നു. അതെൻ്റെ മിസ്റ്റേക്കാണ്. 400 മീറ്റർ എന്തേ ഉള്ളൂ. ഇതാ നോ എൻട്രി പോയിന്റിൽ നിന്ന് ഇടത്തോട്ടാണ് നമ്മുടെ സ്റ്റേക്കേഷൻ എന്ന് പറയാനൊന്നുമില്ല. സോളോ ട്രാവലേഴ്സിന് ഇവർ റൂം തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡേക്കെങ്കിലും കിട്ടി, അതൊരു ആശ്വാസമാണ്. Mm. 1:30 in my room. See my room. വന്നുടനെ ആദ്യം ചെയ്യേണ്ട പരിപാടി ഡോറ് രണ്ടും ഒന്ന് ലോക്ക് ചെയ്യുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. രാത്രി കഴിയുന്നതും നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുക. ഒരുത്തരെയും പേടിക്കുന്നതുകൊണ്ടല്ല, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ. ശരിയല്ലേ ഗോഡസ് പറയുന്നത്? സോ ബെറ്റർ നമ്മൾ കാര്യം കഴിയുമ്പോൾ ഫുഡ് അടിച്ചു, വയറൊക്കെ കുറച്ച് മൈക്കൊക്കെ ഞാൻ ഇറക്കുമ്പത്തിയത് അറിയാമല്ലോ, ഫുഡ് അടിച്ചു. സോ കുറച്ച് നേരം കിടക്കണം. നാളെ ഡേ 2 ആണ്. അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്തപ്പോൾ ഡേ 1 കഴിഞ്ഞു, അല്ല നൈറ്റ് 1. ഇന്ന് ഡേ 1, പക്ഷെ നാളെ ഡേ 2 ആണ്, ചുറ്റലിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 ഞാൻ വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അത് ഈ വ്ലോഗ് കണ്ടവർക്ക് അറിയാം എവിടെയായിരിക്കും പോവുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാൻ വരുന്നത്, നമ്മളെല്ലാവരും എല്ലാം പോയിടം തന്നെയാണ് ഈ വ്ലോഗുകളിൽ കാണുന്നത് അല്ലേ ഫ്രണ്ട്സ്. പക്ഷേ ഇതിൻ്റെ ഒരു കുട്ടൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്ന് പോയ വ്ലോഗ് ആ സംഭവം 2 വർഷം മുമ്പ് ഒരാൾ പോയി ഇട്ടതായിരിക്കും. രാമേശ്വരം വ്ളോഗിൽ എല്ലാ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിലും എന്തെങ്കിലും യുണീക്ക് അനുഭവങ്ങൾ പറയാൻ കാണും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് റൈറ്റ് ചോയ്സ് ഹോട്ടൽ എനിക്ക് നല്ല ഹോട്ടലാണ്. സിംഗിളായിട്ട് ട്രാവലേഴ്സിന് അക്കോമഡേഷൻ തന്നു അവർ. പക്ഷെ നിങ്ങൾ വരുന്ന സമയം 1 വർഷം കഴിഞ്ഞ് അവർ തരണമെന്നില്ല.
സോ ഓരോരോ വർഷം ഓരോ വ്ളോഗേഴ്സിന് പറയാൻ ഓരോന്ന് കാണും. സോ അതെല്ലാം കേട്ട് വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. Day 2 അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക. ബൈ.